എവിടെ നമ്മുടെ മനസ്സ് നിരാർദ്രമാകുന്നുവോ അവിടെയെല്ലാം ഡീലമെത്രാൻ മെഴുകുതിരിക്കാല് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വെളിച്ചം പരത്തിക്കൊണ്ട് നിൽപ്പുണ്ട്. ഇതിന് അച്ചടിക്കാൻ മറ്റു വഴിയൊന്നുമില്ലാതെ തൻ്റെ എല്ലാ പുസ്തകങ്ങളും പ്രസ്സിന് ഈട് നൽകിയത് മഹാകവി വള്ളത്തോളാണ്. മലയാളി മഹാഭാരതവും രാമായണവും പോലെ വിളക്കത്ത് വെച്ച് വായിച്ച ഒരു പുസ്തകമാണ്. ലോകപ്രശസ്ത എഴുത്തുകാരൻ വിക്ടോർ യൂഗോയുടെ ലെ മിസറാബ്ലെ എന്ന നോവലിൻ്റെ നാലപ്പാട്ട് നാരായണ മേനോൻ നൽകിയ പരിഭാഷയാണ് പാവങ്ങൾ. മലയാളത്തിന് വിവർത്തനത്തിൻ്റെ വലിയൊരു പാരമ്പര്യമുണ്ട്. ഇതര ഭാഷകളിൽ നിന്ന് മികച്ച കൃതികളും മികച്ച എഴുത്തുകാരും എല്ലാം മലയാള ഭാഷയിലേക്ക് കടന്നു വന്നത് വിവർത്തനങ്ങളിലൂടെയാണ്. ഇങ്ങനെയുള്ള ഒരു ഒഴുക്ക്, വിവർത്തന സാഹിത്യത്തിൻ്റെ ഒഴുക്ക്, അതിൻ്റെ പാരമ്പര്യം, ഇതിൽ വലിയൊരു സ്ഥാനമുള്ള വിവർത്തനമാണ് പാവങ്ങൾ. ഈ വിവർത്തനം വളരെ വലിയൊരു വിവർത്തനമാണ്, 2 വോള്യങ്ങളുള്ളതാണ്. ഇതിന് അച്ചടിക്കാൻ മറ്റു വഴിയൊന്നുമില്ലാതെ തൻ്റെ എല്ലാ പുസ്തകങ്ങളും പ്രസ്സിന് ഈട് നൽകിയത് മഹാകവി വള്ളത്തോളാണ്. പാവങ്ങൾ വായിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുമ്പോൾ അതിലെ ഒരു തിരി ഡീലമെത്രാൻ, ഇതിലെ കഥാപാത്രമായ കരുണാമയനായ ഡീലമെത്രാന് കൊളുത്തി വയ്ക്കാറുള്ളതിനെ കുറിച്ച് ദേവകി നിലയങ്ങോട് എഴുതിയിട്ടുണ്ട്. മലയാളി മഹാഭാരതവും രാമായണവും പോലെ വിളക്കത്ത് വെച്ച് വായിച്ച ഒരു പുസ്തകമാണ് പാവങ്ങൾ. നമ്മൾ വളരെ വിശുദ്ധമായതൊക്കെയാണ്, അതായത് നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്നതാണ് വിളക്കത്ത് വെച്ച് വായിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു മൂലകൃതി ഫ്രഞ്ചിൽ ആദ്യമായിട്ട് ഇറങ്ങുന്നത് 1862 മലയാള പരിഭാഷ ഇറങ്ങുന്നത് 1925. ഇപ്പോൾ ഈ ജനുവരിയിൽ 2025 ഈ പരിഭാഷ 100 വർഷം പൂർത്തിയാക്കുകയാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇതിൻ്റെ 85-ാം വർഷത്തിൽ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പുതിയ പതിപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. ലോകമെങ്ങും വായിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇത്രയധികം വായിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകം വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. അതുപോലെ തന്നെ എല്ലാ ലോക ഭാഷകളിലേക്കും, മലയാളം അടക്കമുള്ള ഭാഷകളിലേക്കും ഇതിൻ്റെ പരിഭാഷ വന്നിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സമൂഹം അതിനെ ഒരു പശ്ചാത്തലമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഭൂതദയ, ദീനാനുകമ്പ, കരുണ, ഇങ്ങനെയുള്ള ഒരു ആർദ്രത, ഇങ്ങനെ മനുഷ്യ മനസ്സിന് വേണ്ട എല്ലാ മൂല്യങ്ങളെയും കുറിച്ച് വരച്ചിടുകയാണ് വിക്ടോർ യൂഗോ ചെയ്തിട്ടുള്ളത്. ഈ മൂല്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ പുറത്തു വരുന്നത്, ഇതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ടുള്ള യേശുവിൻ്റെ ശരിയായ പിൻഗാമി എന്ന് നമുക്ക് പറയാവുന്ന ഡീലമെത്രാൻ, അതുപോലെ തന്നെ വിശന്ന് വലഞ്ഞ അനിയത്തിക്ക് വേണ്ടിയിട്ട് അപ്പം മോഷ്ടിക്കുന്ന ഴാങ് വാൽ യാങ്, അതുപോലെ തന്നെ അതിലുള്ള മറ്റ് കഥാപാത്രങ്ങളായിട്ടുള്ള മരിയൂസ്, അതുപോലെ കൊസെത്ത്, ഗൗറോഷ്, ഇത്തരം കഥാപാത്രങ്ങളൊക്കെ ഇന്നും നമ്മുടെ ആസ്വാദക ഹൃദയങ്ങളിൽ മരിക്കാതെ അവർക്ക് എല്ലാവർക്കും ആർദ്രത പടർത്തിക്കൊണ്ട് ജീവിക്കുകയാണ്. ഇവരെല്ലാവരും നമ്മളോട് മനസ്സ് മുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾ കൂടുതൽ മികച്ച മനുഷ്യരാകൂ എന്നാണ് ഇവരെല്ലാം പറയുന്നത്. ഈ പാവങ്ങൾ എന്ന ഒരു വിവർത്തന പുസ്തകത്തിൻ്റെ വിവർത്തന സാഹിത്യം എന്ന നിലയ്ക്ക് അതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യത്തിൽ നിന്ന് അതീതമായി അതുവരെ മലയാളികൾക്ക് അന്യമായിരുന്ന, അല്ലെങ്കിൽ അത്ര സ്ഫുടമായി വ്യതിരിക്തമായിട്ട് പ്രസ്താവിക്കപ്പെട്ടിട്ടില്ലാതിരുന്ന ദീനദയ, ഭൂതദയ, കരുണ, ആർദ്രത, ഇതെല്ലാം മലയാളി മനസ്സുകളിൽ നട്ടുപിടിപ്പിച്ച് ആഴത്തിൽ വേരോടിപ്പിക്കാനായിട്ട് ഒരു വിവർത്തന കൃതിക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. എവിടെ നമ്മുടെ മനസ്സ് നിരാർദ്രമാകുന്നുവോ അവിടെയെല്ലാം ഡീലമെത്രാൻ മെഴുകുതിരിക്കാല് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വെളിച്ചം പരത്തിക്കൊണ്ട് നിൽപ്പുണ്ട്. ഈ പുസ്തകത്തിന് നാലപ്പാട്ട് നാരായണ മേനോന്റെ വിവർത്തനം, അതായത് സമ്പൂർണ്ണ വിവർത്തനം അല്ലാതെ KN ദാമോദരൻ നായരുടെ ഒരു സംക്ഷിപ്ത പുനരാഖ്യാനം കൂടി മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. വിക്ടർ യൂഗോ ഒരു മുഖവുര പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, നിയമത്തിൻ്റെയും ആചാരത്തിൻ്റെയും ബലത്തിന്മേൽ ഭൂമിയിലെ പരിഷ്കാരത്തിൻ്റെ നടുക്ക് നരകങ്ങളെ ഉണ്ടാക്കി വെച്ചുകൊണ്ടും മനുഷ്യകർമ്മത്തെ വിധിയോട് കൂട്ടിച്ചേർത്തുകൊണ്ടും സമുദായത്താൽ കൽപ്പിക്കപ്പെടുന്ന തീവ്ര ശിക്ഷാവിധികൾ എത്ര കാലം നിലനിൽക്കുന്നുവോ, പുരുഷാന്തരത്തിലെ 3 വൈഷമ്യങ്ങൾ, പുരുഷന്മാർക്ക് വമ്പിച്ച ദാരിദ്ര്യത്താലുള്ള അധപതനം, സ്ത്രീകൾക്ക് വിശപ്പ് കാരണമുണ്ടാകുന്ന മാനഹാനി, കുട്ടികൾക്ക് അറിവില്ലായ്മയാൽ നേരിടുന്ന വളർച്ചക്കേട്, ഇവ എത്ര കാലം തീരാതെ കിടക്കുന്നുവോ, ലോകത്തിൻ്റെ ഏത് ഭാഗത്തെങ്കിലും സാമുദായികമായ വീർപ്പടങ്ങൾ പിടിപെടാൻ എത്ര കാലം വഴിയുണ്ടോ, മറ്റൊരു വിധത്തിൽ കുറെ കൂടി വ്യാപ്തിയുള്ള അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഭൂമിയിൽ എത്ര കാലം അജ്ഞാനവും ദാരിദ്ര്യവും ഉണ്ടോ
അത്ര കാലം പാവങ്ങൾ പോലെയുള്ള കൃതികൾ ഒരിക്കലും പ്രയോജനപ്പെടാതെ വരാൻ നിവൃത്തിയില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നാലപ്പാട്ട് നാരായണ മേനോൻ ഈ വിവർത്തനത്തിന് ഒരു പ്രസ്താവന എഴുതിയിട്ടുണ്ട്. വിവർത്തനത്തിന് മുൻപ് ഹിമാലയ പർവ്വതം, നയാഗ്ര നിർജ്ജരം എന്നിങ്ങനെയുള്ള പ്രകൃതി പ്രഭാവം പോലെ അപാരവും അവർണ്ണനീയവുമായ ഒരു മനോധർമ്മ മാഹാത്മ്യമാണ് ഈ വിശിഷ്ടകൃതി. ഇതിനെ എത്രയും പരിമിതമായ എൻ്റെ ഭാഷാജ്ഞാനത്തിൽ ഒതുക്കിക്കളയാമെന്ന് ആശിച്ച ഞാൻ എൻ്റെ സാഹസത്തിന് ഒന്നാമതായി മാപ്പു ചോദിച്ചുകൊള്ളുന്നു. എങ്കിലും അവസാനമറ്റ ആകാശത്താലും അനേകവിധമായ ഭൂപ്രകൃതിയാലും എന്നെന്നും വരയ്ക്കപ്പെട്ടും വർണ്ണിക്കപ്പെട്ടുമുള്ള പ്രഭാതത്തെ ആഹ്ലാദമുഖേന സ്തോത്രം ചെയ്ത് മനുഷ്യൻ കൃതാർത്ഥതപ്പെടാറുണ്ടല്ലോ. ഏതാണ്ട് പരിപൂർണമായി മൂലഗ്രന്ഥത്തോട് യോജിച്ചിട്ടുള്ളതും ഇസാബൽ എഫ് ഹാപ്ഗുഡിൻ്റെ തർജ്ജമയാണ്. അതിനെ അവലംബിച്ചതാകുന്നു ഈ പരിഭാഷ. അതിൽ നിന്ന് ഒരു ഭാഗത്ത് അല്പം വരികൾ ഒഴികെ മറ്റൊന്നും ഞാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞിട്ടില്ല. എന്നാൽ എൻ്റെ അശക്തമായ കൈവിരലുകളിലൂടെ പകർന്നു വരുമ്പോൾ ചോർന്നു പോകാതിരിക്കാവുന്ന സാഹിത്യ രസാദികളെപ്പറ്റി വായനക്കാരോട് ക്ഷമായാചനം ചെയ്യുകയല്ലാതെ സമാധാനമൊന്നും എനിക്ക് പറയാനില്ല. നാലപ്പാട്ട് നാരായണ മേനോൻ ഈ കൃതി വിവർത്തനം ചെയ്യാതെ പോയിരുന്നെങ്കിൽ മലയാളിയുടെ മനസ്സും ആത്മാവും വായനാ ലോകവും എത്ര ദരിദ്രമാകുമായിരുന്നു. ഈ വിവർത്തനത്തിന് 100 വർഷം തികയുന്ന ഈ സമയത്ത് ഞാൻ അത് ഒരിക്കൽ കൂടി വായിക്കാൻ കയ്യിലെടുക്കുകയാണ്. മനുഷ്യൻ്റെ മനസ്സുകൾ അടഞ്ഞടഞ്ഞു പോകുന്ന ഈ വേളയിൽ അപരൻ നരകമാണെന്ന് ഓരോരുത്തരും വിളിച്ചു പറയുന്ന ഈ സമയത്ത് ആർക്കാണ്, ആരുടെ ആത്മാവിനാണ് കൂടുതൽ വെളിച്ചവും നനവും ആവശ്യമില്ലാത്തത്?